നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന കാലഘട്ടങ്ങളിലും മദീനയിൽ വന്നതിന് ശേഷവും ജീവകാരുണ്യ രംഗത്ത് ഇത്രമാത്രം പ്രോത്സാഹനം നൽകിയ ഒരു പ്രവാചകനെ ചരിത്രത്തിൽ കാണാൻ പറ്റില്ല. മസ്ജിദുൻ നബവിയിൽ റൗദയിൽ ഇത്തികാഫിരിക്കുക എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാത്തവരാണ്. ഒരു 1000 റക്അത്തിന്റെ പ്രതിഫലമുള്ള മറ്റു പള്ളിയേക്കാൾ വളരെ പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് അത് മസ്ജിദുൻ നബവി. അവിടെ ഇത്തികാഫ് ഒരു മാസക്കാലം ഇവിടെ ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ ഹൈറാണ് നിന്റെ സഹോദരന്റെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് നീ ഇറങ്ങി പുറപ്പെടുന്നത് സഹിയായ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പഠിപ്പിക്കുകയാണ്. ഒരു ചെറിയൊരു പണിവല്ല നമ്മൾ ചെയ്യുന്നത്. അബൂബക്കർ റളിയല്ലാഹു തആല ഖലീഫയായി നിൽക്കുമ്പോഴും അല്ലാത്ത സമയത്തും ആരും അറിയാതെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒക്കെ പ്രവാചകന്മാരും ഖലീഫമാരും പിൻഗാമികളായ ആളുകളും ഒക്കെ ചെയ്ത പണിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു മാറി നിന്നുകൊണ്ട് അബൂബക്കറെ നിരീക്ഷിച്ച ഒരു സംഭവം നമുക്കൊക്കെ അറിയാം. ഒരു വിധവയായ പ്രായം ചെന്ന കലവിയായ ഒരു സ്ത്രീയെ പരിചരിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു മടങ്ങിപ്പോരുന്ന അബൂബക്കറിനെ കണ്ടപ്പോഴാണ് ഒരിക്കലും അബൂബക്കർ റളിയല്ലാഹുവിനെ പരാജയപ്പെടുത്താൻ കഴിയൂല എന്ന് ഉമർ റളിയല്ലാഹു ശപഥം ചെയ്തത്. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലം നടക്കുമ്പോഴാണ് നമുക്കറിയാവുന്ന ചരിത്രമാണ്. രാത്രിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ പ്രസവവേദന അനുഭവിക്കുന്ന ഒരു പെണ്ണിന് സ്വന്തം ഭാര്യയെ കൊണ്ടുപോയിട്ട് അതിന്റെ കാവൽ നിർത്തി പണിയെടുപ്പിച്ചത് ആരാ? ഉമർ റളിയല്ലാഹു തആല അനുഭവമാണ്. അതൊക്കെ ഭരണകൂടത്തിന്റെ ഇസ്ലാമിക പ്രബോധകന്മാരുടെ ഖലീഫമാരുടെ വളരെ ത്യാഗോചരമായ ഉത്തരവാദിത്തമാണ് എന്ന് ചരിത്രം കൊണ്ട് നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരാണ്. ഇതൊന്നും ഞാൻ ചെയ്യേണ്ട പണിയില്ല, ഞാൻ പടച്ചോൻ പറഞ്ഞ നിസ്കാരം നമുക്ക് ചെയ്യണ്ടല്ലോ. അല്ല, നിസ്കാരം നോമ്പ് ചെയ്യുന്നവനെ കുറിച്ചൊക്കെ അള്ള പറഞ്ഞതാണ്. ദീനിനെ കളവാക്കിയവനെ കണ്ടുവോ? നിസ്കരിക്കാത്തവനല്ല, നോമ്പ് വെക്കാത്തവനല്ല, ഹജ്ജിന് പോകാത്തവനല്ല. അവൻ യതീമുകളെ അവഗണിച്ചവനാണ്, യതീമുകളെ പരിഗണിക്കാത്തവനാണ്. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരെന്നല്ല പറഞ്ഞത്. ഭക്ഷണം കൊടുക്കാൻ എല്ലാവരോടും സാധിക്കൂല. സാധാരണക്കാരുണ്ടാവും, സമ്പത്തുള്ളവരുണ്ടാവും, ആർക്കും ഇതിന് ഒഴിവാൻ പറ്റില്ല എന്നാണ് ആയത്തെ നമ്മളെ ബോധ്യപ്പെടുത്തത്. അവൻ പ്രേരിപ്പിച്ചില്ല, പ്രോത്സാഹനം നടത്തില്ല. പാവങ്ങളുടെ ഭക്ഷണത്തിന്റെ പേരിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരാൾക്ക് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു പ്രോത്സാഹനം. എങ്ങനെ പ്രോത്സാഹനം? എനിക്ക് സാധിക്കൂലെങ്കിൽ എന്റെ പരിചയത്തിൽ, എന്റെ സമൂഹത്തിൽ, എന്റെ അയൽപ്പക്കത്തിൽ കഴിയുന്ന ആളുകളുണ്ട്, അവരെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് വേണ്ടത് ചെയ്തു കൊടുക്കാനുള്ള ഒരു പ്രോത്സാഹനം ചെയ്യാത്തവനെ കുറിച്ച് അള്ള പറയാണ്, ദീനിനെ കളവാക്കിയവനെ കാണണോ? ഒന്ന് മുഖത്ത് നോക്കിയാൽ മതി, അവനാണ് ദീനിനെ കളവാക്കിയവൻ. അല്ല, കല്ല എന്ന് പറഞ്ഞ പള്ളിദർശനം അർത്ഥം വെക്കുന്നതോ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചത്